വെതർ. ഒരു വാക്കിന് പോയാലോ? വല്ലപ്പോഴും മാത്രമേ ആ മഹാനൊന്നും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറുള്ളൂ. ആര്? നമ്മളെ സൂര്യന്. അതുകൊണ്ട് ഇന്ന് എല്ലാരും പുറത്തിറങ്ങും. കുറച്ച് ബ്രൂട്ടീഷൻ ആയാലോ? ആദ്യം നമുക്ക് കുറച്ച് നയസിനമൈറ്റ് സെറം തേച്ചു കൊടുക്കാം, പിന്നെ കുറച്ച് മോയ്സ്ചറൈസർ. ഇത് രണ്ടും ദ ഓർഡിനറി ബ്രാൻഡിന്റെ ആണ് കേട്ടോ. പണ്ടേ മേക്കപ്പിനോട് എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. പണ്ട് ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് നടന്നേരെ കളിയാക്കിയോറല്ലേ. ഇപ്പൊ 5-8 ലിപ്സ്റ്റിക് ഇട്ട് ഞാൻ നടക്കുന്നത്. എന്താ കഥ? അതൊന്നും ആവട്ടെ, നമുക്ക് ഇനി സെഫോറയുടെ ഒരു ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാം. ഈ ഫൗണ്ടേഷൻ ഉണ്ടല്ലോ എന്ത് അടിപൊളിയായിട്ടാ ബ്ലെൻഡ് ആവുന്ന അറിയാം. എനിക്കിഷ്ടായി. ഇനി ഇതിനേക്കാൾ ബെറ്റർ ഒന്ന് കണ്ടുപിടിക്കുന്നവരെ എന്നെ എന്റെ ആത്മമിത്രം ഇയാൾ തന്നെ ആയിരിക്കും. പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക്, ഇത് എന്റെ ഒരു ചങ്ങായി നാട്ടിൽ പോയാലും ഞാൻ പ്രത്യേകം പറഞ്ഞു കൊണ്ടിരിപ്പിച്ചു. പിന്നെ നമ്മളെ റെയർ ബ്യൂട്ടിന്റെ ഒരു ബ്ലഷ് കൂടെ. പൊട്ടി കഴിഞ്ഞു എന്ന് നിങ്ങളെ കൊണ്ട് തോന്നിപ്പിക്കുമെങ്കിലും കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ടത്രേ. കണ്ണ് തുടങ്ങിയതമ്മ. ഈ ബ്ലഷിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ കാനഡ വന്നതിന് ശേഷമാണ് മേക്കപ്പിനോടുള്ള മനോഭാവം തന്നെ മാറിയത്. ഇനി ഐലൈനർ. ഇതില്ലേ പണ്ടേ ഞാൻ ഉപയോഗിക്കുന്ന ഒന്നാണ്. എന്ന് പറഞ്ഞാല് പണ്ടേ യൂസ് ചെയ്യുന്ന ബ്രാൻഡ്. ഓക്കെ, ഇനി നമുക്ക് കൺമഷി ഇട്ട് കൊടുക്കാം. പിന്നെ റെയർ ബ്യൂട്ടിന്റെ തന്നെ ഒരു മസ്കാര ഉണ്ട്, അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇത് നല്ല അടിപൊളിയാണ്, പക്ഷെ തീരാനായി. കഴിഞ്ഞു ബ്രൂട്ടീഷൻ കഴിഞ്ഞു. ഇനി കുപ്പായിലും ഇട്ടിട്ട് മെല്ലെ പുറത്തേക്ക് ഇറങ്ങാം. ഇതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോക്ക് ആളാടെ തന്നെ ഉണ്ടായാൽ മതിയായിരുന്നു. ഇവിടെ പിന്നെ അങ്ങനെയാണ്, ടപ്പേന്ന് പറഞ്ഞിട്ടാണ് വിരുത്തും പോക്കല്ലും. ആരെയും കാത്തുക്കൊന്നുമില്ല. പുറത്തെന്താ അവസ്ഥ അറിയോ? വെയിലുണ്ട്, പക്ഷെ തണുപ്പുണ്ട്. വീണ മഞ്ഞുണ്ട്, പക്ഷെ ചളിയും ഉണ്ട്. മനസ്സിലായിട്ടേ? അതായത് വീണ മഞ്ഞ് സൂര്യപ്രകാശത്താൽ ഉരുകി ചളിയായെന്ന്.